ഐഡിയ വേണ്ട, അഭിനയിച്ചാൽ മതി എന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? സുരാജ് ആദ്യം വാങ്ങിച്ച ശമ്പളമല്ലല്ലോ ഇപ്പൊ വാങ്ങുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്ലണ്ട, ഞാൻ നിങ്ങൾ വൈദികനാ. അതല്ലേ ഞാൻ ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നത്. ഈ ഷോട്ട് അടിച്ചപ്പോഴാണ് ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നത്. കരിക്ക് ചെത്തി കൊടുക്കുന്ന ആള് ഇൻസേർട്ട് ചെയ്തിട്ട് ഷൂ ഒക്കെ ഇട്ട് കരിക്ക് ഇങ്ങനെ ഇനി നോക്കിയാൽ അടുത്ത ഇന്റർവ്യൂവിൽ ഇത് പറയൂല, കാരണം വർക്കൗട്ട് ഇതായി ഹോൾഡ് ഓവർ ആയത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. ഒരാളോട് ചിരിക്കാനുണ്ടാവൂലോ. ഒരു ചായക്കടയിൽ പോയപ്പോഴേ ഒരാളെ കിട്ടി. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പല ഇന്റർവ്യൂകളിലായിട്ട് അല്ലേ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട് പുള്ളി. നാളത്തെ ഹെഡിങ് എന്തായിരിക്കും എന്നറിയോ? ഗ്രേസ് ആന്റണിയുടെ കയ്യിൽ മോതിരം ചാർത്തി കൊടുത്ത് സുരാജ് സാലറി പോലും ഇല്ല, എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് ഇറങ്ങി കൈത്തലാക്കി തന്നെ. സുരാജും ഇപ്പോൾ ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തെ ഒരു പ്രൊഡ്യൂസർ ആവാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലെ കഥ ചോദിച്ചറിയാം. സുരാജ് വെഞ്ഞാറമൂട് നായകനാവുന്ന എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമ വരുന്നു. സിനിമയുടെ പ്രൊഡ്യൂസറായ ലിസ്റ്റിൻ സ്റ്റീഫൻ, സിനിമയുടെ ഭാഗമായിട്ടുള്ള ശ്യാം, ഗ്രേസ്, ഡയറക്ടർ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. പറഞ്ഞ എന്താ പറയാ, ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇതിന്റെ കഥയാണ്. കഥയും ആ കഥാപാത്രവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു എലമെന്റ്, ഒരു ഹൂക്കിംഗ് പോയിന്റ്. ഇത് കൊള്ളാലോ, ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെടാത്ത, പറയാത്ത ഒരു കഥയാണ്. ഒപ്പം ആ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നല്ല ഹ്യൂമർ സിറ്റുവേഷനിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ കഥ കേട്ടപ്പോൾ തന്നെ ചിരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു പ്രൊഡക്ഷൻ ഉണ്ടോ? ഇല്ല, എന്ന് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. എന്നോടൊപ്പം എൻ്റെ ഒരു സുഹൃത്താണ് സന്തോഷം, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സന്തോഷം ഞാൻ പറഞ്ഞാണ് ഒരു കഥ കേട്ടു. ഞാൻ സാധാരണ നല്ലൊരു കഥ കേട്ട് ഇത് കൊള്ളാലോ പരിപാടി, ഇതിൽ കുറേ ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട് ഉടനെ പറഞ്ഞു, ഇത് രസമായിട്ടുണ്ട്, നമുക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരാളോട് ചിരിക്കാനുണ്ടാവൂലോ. ഒറ്റയ്ക്ക് പോണോ? പുള്ളിയും കൂടെ ആകുമ്പോൾ നല്ല ഒറ്റയ്ക്ക് ചിരിക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരാളാകുമ്പോൾ ചിരിക്കുന്നത്. അതെ, അങ്ങനെ പുള്ളിയായിട്ട് ചേർന്ന് ഈ സിനിമയിലേക്ക് വന്നതാണ്. എനിക്ക് തോന്നുന്നു അണ്ണൻ തമ്പിക്ക് ശേഷമാണ് മീശ പഠിച്ചുകൊണ്ടൊരു വേഷപ്പകർച്ച. അപ്പോൾ ഇതിനിങ്ങനെ ചെയ്താൽ, മീശ പഠിച്ചാൽ ആ കട്ടിക്കണ്ണടയ്ക്ക് ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറാണല്ലോ, കുറച്ച് പുതുമകളുള്ള ക്യാരക്ടറാണല്ലോ. സാധാരണ ആളെ പോലെ അല്ല അയാൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മീശ പഠിച്ച് കണ്ണട വെച്ചാൽ അത് സുരാജേട്ടന് തോന്നിയ ഐഡിയ ആണോ? ആ ക്യാരക്ടർ ഡിസൈൻ സംവിധായകൻ തന്നെയാണ്, അദ്ദേഹം ആമിർ തന്നെയാണ് ഇത് മീശ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പുള്ളിയോട് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഐഡിയ വേണ്ട, അഭിനയിച്ചാൽ മതി എന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് വൃത്തിയേടാവും, ഞാൻ മീശ പഠിച്ചു കഴിഞ്ഞ് കോമഡി വെറും വേറൊരു ലുക്കാവും എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമല്ല. അങ്ങനെ പുള്ളി തന്നെ അതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കി അവസാനം ചെയ്തു വന്നപ്പോഴാണ് രസമുണ്ടല്ലോ എന്ന് തോന്നി. ആദ്യം കേട്ടപ്പോൾ ഞാൻ നോ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അത് വേണോ, കാരണം വൃത്തികേടാവൂന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു അതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൃത്തികേടിന് അവൻ ഇങ്ങനെ ഈ നീളത്തിലുള്ള ലോങ് സ്ലീവ് ടീഷർട്ടുകൾ, അതുപോലെ ഓഫീസ് സ്പേസിലൊക്കെ ഇടുന്ന പോലത്തെ കാഷ്വൽ ഷർട്ടുകൾ അതിട്ടിട്ട് അടിച്ചു വരും തുടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ചില അധികം സുരേഷേട്ടന് ഇട്ടില്ലാത്ത വസ്ത്രങ്ങൾ തന്നെ, അതും പുതുമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് കഥാപാത്രത്തിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അത് നമുക്ക് നമ്മുടെ സോക്കോൾഡ് നമ്മുടെ മൈൻഡിനകത്ത് ഇന്ന ഡ്രസ്സ് ഇട്ടാണ് ഇന്ന ജോലി ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോലിക്ക് അങ്ങനെയുള്ളതിനപ്പുറത്ത് ഞാനിപ്പോൾ കലൂര് നിങ്ങളുടെ ഫ്ലാറ്റിന് നേരെ മുമ്പിൽ ഒരു കരിക്ക്, അവിടെ അധിക സമയങ്ങളും പ്രീ പ്രൊഡക്ഷൻ അവിടെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കരിക്ക് ആള് കരിക്ക് വെക്കുന്ന അല്ല, അത് അവസ്ഥ അതായിരുന്നല്ലോ പ്രീ പ്രൊഡക്ഷൻ. അപ്പൊ അവിടെ ഇത് കരിക്ക് ചെത്തി കൊടുക്കുന്ന ആള് ഇൻസേർട്ട് ചെയ്തിട്ട് ഷൂ ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എവിടെ നിന്നാണ് ഒരു ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം പരിപാടികൾ കിട്ടുക എന്നുള്ളത്. പക്ഷെ അയാൾ അപ്പൊ നമുക്ക് പറഞ്ഞത് എക്സ്ട്രാ ഡീസന്റ് കരിക്ക് വിൽപ്പനക്കാരനാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന കോലത്തിൽ. അതല്ല റീസൺ ഞാൻ പറഞ്ഞത്. അങ്ങനെ
അയാൾ ഇന്ന ചെയ്യുന്ന ജോലിക്ക് ഇന്ന ഡ്രസ്സ് പരിപാടികളില്ല. മറിച്ച് അയാളുടെ സ്വഭാവ സവിശേഷമായിട്ട് അയാൾക്ക് എന്തൊക്കെ തരത്തിലാണ് അയാളുടെ സ്വഭാവം എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന അയാളുടെ ലുക്കിലാണ്. സ്വഭാവം ഇന്നതായിരിക്കും, ഇയാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഡീസന്റ് ശരിക്കും എക്സ്ട്രാ ഡീസന്റ് ആണോ, എന്ത് തരം എക്സ്ട്രാ ഡീസന്റ് ആണ് ഇയാൾ ഈ ഡീസൻസി എന്നുള്ളത് ഇപ്പോൾ ലുക്ക് കൊണ്ട് മാത്രമേ ഉള്ളൂ, സ്വഭാവം കൊണ്ട് ഏത് തരത്തിലുള്ള ഡീസൻസിയാണ് ഇയാളെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതൊക്കെ സിനിമക്കകത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് 1 വർഷം സെമിനാരിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് അവസാനിപ്പിച്ചിട്ടാണ് പിന്നെ പ്രൊഡക്ഷനിലേക്കൊക്കെ ഇറങ്ങുന്നത്. സാധാരണ ഇങ്ങനെ അതെ അതെ സെമിനാരിൽ 1 വർഷം പഠിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ദൈവത്തിലേക്ക് അടുക്കുമ്പോഴൊക്കെയാണല്ലോ ഇങ്ങനെ ബോധോദയങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് കേൾക്കുക. പക്ഷെ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ സിനിമ പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ള ബോധോദയം ഉണ്ടാവുന്നത്. അതിന്റെ പിന്നിലത്തെ കാര്യം എന്താണ്? അല്ല അങ്ങനെയല്ല, അന്നത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു വൈദികനാകുക എന്നുള്ളതൊക്കെ. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ തീരുമാനം നമ്മൾ PUN മാറ്റി. പിന്നീട് നമ്മൾ അച്ഛനാവുക എന്നുള്ളത്, കുട്ടികളിൽ അച്ഛനാവുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നതോടുകൂടി നമ്മൾ ആ ആഗ്രഹം മാറ്റി. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അന്നൊക്കെ ഓർത്ത് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ PUN ചെയ്യണം. അതിങ്ങനെ വൈദികനായാലേ ഉള്ളൂ ചെറുപ്പം പോലെ. അതെ, ലിസ്റ്റിനായിട്ട് ചെയ്യുന്ന സിനിമകൾക്ക് ഒരു വലിപ്പം ഉണ്ടല്ലോ, അതായത് കുറേ ഫൈറ്റ്സ്, ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ്, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ARM ആയാലും അല്ലെങ്കിൽ കടുവയ്ക്കൊക്കെ ആ സ്വഭാവം ഉണ്ടല്ലോ. സാധാരണ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസുകൾ പിന്നെ അത് തന്നെ ആവർത്തിക്കാനേ നോക്കുള്ളൂ. ലൈക്ക് ആയാലും ശരി, ഹോംബാല ആയാലും ശരി, ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചിട്ട് ചെറിയ സിനിമകൾ, ഐ മീൻ പ്രൊഡക്ഷനിലും ബഡ്ജറ്റിലുമുള്ള ചെറുപ്പം ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ എടുക്കുന്ന പ്രോജക്റ്റ് അതിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല, സിനിമ എന്ന് പറയുന്നത് കണ്ടന്റാണ്. ആ കണ്ടന്റിന് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ സിനിമ ARM പോലെയുള്ള ഒരു സിനിമ അല്ല വേറൊരു സിനിമ വരുമ്പം അതിൻ്റെ കണ്ടന്റാണ് അതിൻ്റെ വലിപ്പം വെക്കുന്നത്. ഇപ്പം ഈ സിനിമയ്ക്ക് ഈ വലിപ്പം മതി, ആ സിനിമയ്ക്ക് അപ്പം അല്ലെങ്കിൽ അതർ സിനിമയ്ക്ക് അതിൻ്റെ വലിപ്പം വേണം. ആ കണ്ടന്റാണ് അതിനെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം ചെറിയ സിനിമ വലിയ ലെവലിൽ ഹിറ്റടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു വലിയ സിനിമയായി മാറി. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ കുറേ വലിയ സിനിമകൾ, മറാഠി സിനിമകളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ ഹിറ്റായ സിനിമ എന്നൊക്കെ പറയുന്നത് ചെറിയ സിനിമ അല്ലേ, ഏറ്റവും ചെറിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ചെറിയ സിനിമയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അപ്പം അത് കാന്താര എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സിനിമയായിരുന്നു. ഇവിടെ ഞാൻ 4 സ്ക്രീനിലാദ്യം 4 തിയേറ്ററിലാദ്യം റിലീസ് അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഒരു ഹിറ്റായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലെവലിലേക്ക് അത് പോകാനായിട്ട് അധികം താമസം പോലും വേണ്ട. അപ്പം കാരണം ഈ മൗത്ത് ടോക്ക് എല്ലാത്തിലേക്കും ചെല്ലുകയാണ്, ഇത്രയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പം ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഉടനെ ആ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ ലാംഗ്വേജിലേക്കും പോയി അങ്ങനെ ഇപ്പോൾ വലുതാവുന്നൊരു ഇവിടുന്ന് പിന്നെ പാനന്തിനാവട്ടെ. തീർച്ചയായിട്ടും ഗിരീസ്, ഈ ഡ്രാമ നടക്കുന്ന സമയത്ത് ഗിരീസിന് മുഖത്ത് വരുന്നൊരു ഭയമുണ്ട്. ഇപ്പം നുണക്കുഴിയിലായാലും ശരി, കുമ്പളങ്ങിയിലായാലും ശരി, ഒരു പ്രശ്നം നടക്കുമ്പോൾ മുഖത്തൊരു ഭയം വരുമല്ലോ. അത് അങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ കുറച്ചും കൂടി എനിക്ക് എന്തോ ചെയ്യാനുണ്ട്, ഇത് ഞാൻ മുമ്പ് ചെയ്ത് വിജയിപ്പിച്ചാണല്ലോ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വരുമോ എളുപ്പം? അത് ആക്ച്വലി ഭയം എന്ന് പറയുന്നത് 2 രീതിയിൽ എടുക്കാം. ചിലപ്പോൾ നമ്മുടെ മാത്രം ഒരു ഷോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ മാത്രം ഫോക്കസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, ഒരു വൈറ്റ് ഷോട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ഇമോഷൻ അതിനകത്ത് കാണിക്കുകയും വേണം. അത് നമ്മുടെ അടുത്ത ഷോട്ടിലേക്കുള്ള നമ്മുടെ ഒരു ക്യൂ ആണ്. ഇവിടെ ഞാൻ എന്തിടുന്നു എന്നുള്ളതാണ് അടുത്ത ഷോട്ടിലേക്ക് വരുന്ന എൻ്റെ ക്യാരക്ടറിന് എനിക്ക് കിട്ടുന്ന ക്യൂ ആണ്. അപ്പം ആ ഇമോഷൻ നമ്മുടെ അടുത്ത് ഡയലോഗ് ഉണ്ടോ, നമുക്ക് ഷോട്ട് വെച്ചോ എന്നുള്ളതൊന്നുമല്ല. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡെപ്ത് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. അത് ആക്ച്വലി ഹ്യൂമർ ചെയ്യുമ്പോഴാണ് ഏറ്റവും പാട്. ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടെൻഷൻ മറ്റുള്ളവർക്ക് ചിരിയാണ് വരുന്നത്. അത് ഇപ്പം ആക്ച്വലി ഇപ്പം നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനും പരവേശമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർക്ക് ചിരിയാണ് വരേണ്ടത്. അത് സുരാജേൻ്റെ റിയാക്ഷനിലാണ് ആ ചിരി ഇരിക്കുന്നത്. അപ്പം ഞാൻ എത്ര കൊടുക്കുന്നോ അതനുസരിച്ച് എനിക്ക് ഇപ്പോഴത്തെ റിയാക്ഷൻ കിട്ടിയാലാണ് അതിൻ്റെ റിസൾട്ട് നന്നാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. അത് ചെയ്ത് ഇതുപോലെ എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അതെനിക്ക് പറഞ്ഞു അതെങ്ങനെയാന്ന് വെച്ചാൽ പല ഡയറക്ടേഴ്സും കഥ പറയും, ഇൻട്രസ്റ്റിംഗ് ആ, അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പം പറയും, പിന്നീട് ഒരു വിളി വരുന്നില്ല, അപ്പോൾ ഒരു ഭയം ഉണ്ടല്ലോ, അതായത് പിന്നീട് ഒന്നും വിളിക്കുന്നില്ലല്ലോ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നില്ലോ എന്നുള്ള, അതിങ്ങനെ കുറേ പ്രോജക്റ്റുകളിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരു ഡെവലപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് എടുത്തൊരു സാധനമാണ് ഈ അമരൻ എന്നുള്ള സിനിമയിലെ 18+
അളിയൻ്റെ ഒരു തുടർച്ചയായിരുന്നു ആ സിനിമ. അമരൻ വന്നത് ആക്ച്വലി 18+ കണ്ടിട്ടാണ്. ആ ക്യാരക്ടറിനും ചെറിയ സാമ്യങ്ങളുണ്ട്. 18+ OTT റിലീസായ സമയത്ത് അതിലൊരു അമരനിലൊരു മലയാളി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അഖില എന്ന് പറഞ്ഞിട്ട്. ഓക്കെ മുട്ടൊക്കെ അവള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളിങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു മലയാളി ആളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഡയറക്ടർക്ക് സജസ്റ്റ് ചെയ്തു. പുള്ളിക്ക് ക്ലിപ്പ് ഒന്ന് കാണിച്ചപ്പോൾ പുള്ളിക്ക് ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ തന്നെ വേറൊരു വേർഷൻ പോലെ. നമ്മൾ ഈ കൂട്ടുകാരുടെ ഇടയിലാണല്ലോ ഇപ്പോൾ പൊന്മുട്ടി ആയാലും അല്ലെങ്കിൽ നൈറ്റ് കോളൊക്കെ ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് ബേസ് ഉണ്ടാവില്ല പൊതുവിൽ. ഇപ്പോൾ ED പോലത്തെ സിനിമകളിലൊക്കെ ചെയ്യുന്ന നേരത്ത് എനിക്കിപ്പോൾ ഇതാണ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കിതിങ്ങനെ റിയാക്ട് ചെയ്യാനാണ് തോന്നുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എടുക്കാനൊക്കെ ഇപ്പോൾ നാച്ചുറലി വരുന്നുണ്ടോ? ഇപ്പോഴത്തെ ആമിർ ബ്രോയായിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും സുരാജേട്ടനും പറയും ഇവിടെ നമ്മൾ ചെയ്തൊക്കെ നോക്കും, ചെറിയ റിഹേഴ്സൽ ചെയ്ത് നോക്കും. പുള്ളി ചിരിച്ചായിരുന്നു ചില റിയാക്ഷൻസ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. റിഹേഴ്സലിൻ്റെ കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും അവർ സീനിയേഴ്സ് ആണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ രീതിക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ അത് ആ ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എനിക്കൊന്ന് ഒരുവിധപ്പെട്ട ഫിലിം മേക്കേഴ്സ് ഒക്കെ ആ ഒരു വൈബുള്ള ആൾക്കാരാണ്. ഭയങ്കരമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇതൊരു ആൾക്കാരുടെ കാര്യം പറയാം. അങ്ങനെ ഇത് തന്നെ ചെയ്യണം അങ്ങനെ പറയാറില്ല. ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പൊ നിതിൻ ചേട്ടൻ ആണെങ്കിൽ പോലും ഒരു ഫ്രീഡം വന്നിട്ടുണ്ടായിരുന്നു. ഈ നാഗേന്ദ്രത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ ആ ഫ്രീഡം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരെയും പറഞ്ഞുതരും, ഇങ്ങനെ മാറ്റി ചെയ്തു നോക്കുന്നു പറയും. ഈ മമ്മൂക്ക ഹിറ്റ്ലറൊക്കെ ചെയ്യുന്ന സമയത്തെ ഈ അദ്ദേഹം അറിയാണ്ടെങ്കിലും കൈ ഇങ്ങനെ എവിടെയെങ്കിലും സ്ട്രെസ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ആൾ പറയുക മിമിക്രിക്കാർ പിടിക്കും വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറ്റി ചെയ്യുമായിരുന്നുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്ന് സിദ്ദിഖൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആശ്ചര്യം തന്നെ, ഇപ്പോൾ ദശമൂലം ദാമനൊരു ആശ്ചര്യമുണ്ട്, അല്ലെങ്കിൽ തൊണ്ടി മുതലിലെ പ്രസാദിനൊരു കൈൻഡ് ഓഫ് ആശ്ചര്യമുണ്ട്, ഇപ്പോൾ അഡിയോസ് അമിഗോസിനൊരു ആശ്ചര്യമുണ്ട്. ഇങ്ങനെ ആശ്ചര്യപ്പെടുന്ന ഒരു സുരാജുണ്ട്. അത് 3-3. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, മാറ്റി ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സീനിന് മുമ്പ് ഇരുന്ന് തയ്യാറെടുക്കുമോ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കിയിട്ട്? ഇല്ല, കണ്ണാടിയുടെ മുമ്പ് നോക്കാറില്ല. അത് തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥാപാത്രത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ഇനി ഇല്ല എങ്കിൽ നമ്മൾ ചോദിച്ചത് മനസ്സിലാക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള അതിലെനിക്ക് ഇപ്പോൾ അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റർ തന്നെയാണ് അതിലെ എൻ്റെ കഥാപാത്രം. ഓക്കെ. അപ്പോൾ പുള്ളി ചില സ്ഥലത്ത് നിൽക്കുന്നതും ഒരു അന്തമിടലും ഇതെല്ലാം പുള്ളിയുടെ തന്നെ കുറച്ചൊക്കെ കിട്ടും. ഏതെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരാളെ കിട്ടും. ലിസൺ ചേട്ടാ, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾ പറയും ഇതിൻ്റെ പ്രൊഡ്യൂസർ സെറ്റിലേ വന്നിട്ടില്ല, അത്രയും കാര്യമായിട്ടുള്ള പ്രൊഡ്യൂസറാണ്, അങ്ങനെയൊക്കെ പ്രൊഡ്യൂസറുടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള നേച്ചറിനൊക്കെ പറയാം. നേരെ വെച്ചാൽ ലിസൺ നോക്കുമ്പോൾ ഇപ്പോൾ ട്രാഫിക് മുതലെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമയുടെയും ഭാഗമാണ്. പ്രൊഡ്യൂസർ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ട്രെൻഡൊക്കെ പിന്നെയും തുടങ്ങിയതൊക്കെ ലിസൺ വന്നപ്പോൾ ഈ സിനിമയുടെ ഒപ്പം നിൽക്കണം, അത് അങ്ങനെ നിന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. നമ്മൾ കാണാത്ത, പേരിൽ മാത്രം കാണാത്തതല്ല പ്രൊഡ്യൂസർ. അത് ശരിക്കും എന്താ അതിൻ്റെ പിന്നത്തെ കാര്യം? അതായത് ഇപ്പോൾ ആദ്യമൊക്കെ ഉള്ള എല്ലാ സിനിമകൾക്കും ഞാൻ ലൊക്കേഷനിൽ പോകാമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങനെയാണല്ലോ. ഇപ്പം സുരാജ് ആദ്യം വാങ്ങിച്ച ശമ്പളം അല്ലല്ലോ ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്ലണ്ട, ഞാൻ നിങ്ങൾക്ക് കൂടെ അല്ലല്ല അണ്ണ അത് പറയുവാണ് ആ എക്സാമ്പിൾ. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് അതിലേക്കുള്ള വഴി. അപ്പം അന്നോടെ അത് ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. മനസ്സിലായി അല്ല? അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യമൊക്കെ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടായിരുന്നു സിനിമ ചെയ്തുകൊണ്ടിട്ട് ഇരുന്നത്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അല്ല, നമ്മൾക്ക് തന്നെ അങ്ങനെയാണല്ലോ, നമ്മളും കുറച്ചുകൂടെ ഡെവലപ്പായെന്ന് തോന്നി, പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായി, ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു സിനിമയുടെ കഥയെല്ലാം കേട്ട് ബഡ്ജറ്റൊക്കെ ഇടാൻ നേരത്ത് മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. ബാക്കി അവിടുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സാണ്. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അത് നമ്മുടെ കൂടെ നമ്മളെക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകൾ ഈവനൊപ്പം കൂടെ ഉള്ളപ്പോൾ അത് അതിൻ്റെ ഈസി ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ IPS അല്ലേ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ PVN ഒപ്പം ഉണ്ട്. പിന്നെ ഇപ്പം അല്ല, അപ്പോൾ അതൊരു വലിയൊരു താങ്ങും തണലുമാണ് അത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാ വലിയ പടത്തിനൊന്നും നമുക്കങ്ങനെ ഒരു പ്രൊഡ്യൂസർ പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിസ്റ്റുകളും അല്ല എൻ്റെ ഡയറക്ടറോ റൈറ്ററോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഇരിക്കാറ്. ഞാനിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമുക്കൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഞാൻ മാത്രം അതേ ഡ്രസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇവരെല്ലാം പോയി ഡ്രസ് ചേഞ്ച് ഇരുന്നുകൊണ്ടിട്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ സുരാജ് പോകാനായിട്ട് വിട്ടില്ല. അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ കൂടെ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മളും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല ഇപ്പൊ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. ഇനി ഇതുപോലുള്ള കോമഡി പുള്ളിക്ക് തന്നെ എടുത്തിടാലോ. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കൂടെ
ഈ പണ്ടൊരു വർഷം 14-15 സിനിമകളൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പം അന്ന് പൊതുവിലൊരു വർത്തമാനം ഉണ്ടായിരുന്നു, അതായത് നായകനൊപ്പമുള്ള ഒരാളായിരിക്കുമല്ലോ എപ്പോഴും സുരാജ് അധികവും. അപ്പോൾ വലിയ പ്രതിഫലം വാങ്ങുന്ന ആളാണ്, വലിയ വരുമാനമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ കൂട്ടുകാർക്കൊക്കെ ന്യൂ ഇയറിന് എല്ലാവർക്കും സ്വർണ്ണ കോയിൻ കൊടുത്തു എന്നൊക്കെയുള്ള കഥകളാണ്. അതൊന്നും സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പക്ഷേ സിനിമകളുടെ എണ്ണം കുറവാണ്, നായകനായതുകൊണ്ട് തന്നെ. ശരിക്കും അന്ന് അതായിരുന്നോ ലാഭം, ഇതായിരുന്നോ ലാഭം? ജനുവരി 1 ജനുവരി ഇതുപോലുള്ള കോയിനുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളത്തെ എന്താണെന്നറിയോ? അല്ലല്ല, ഒരു സെക്കൻഡ്. നാളത്തെ ഹെഡിങ് എന്തായിരിക്കും എന്നറിയോ? ഗ്രേസ് ആന്റണിയുടെ കയ്യിൽ മോതിരം ചാർത്തി കൊടുത്ത് സുരാജ്. അതായിരിക്കും ചോദ്യം. സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ രണ്ടിൽ നിന്ന് ഏതാ, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? സാമ്പത്തികപരമായിട്ടുള്ള അല്ല, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വ്യത്യസ്തങ്ങളായുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ഈ കഥ ഒന്നും പറഞ്ഞു തരില്ലല്ലോ. ദിലീപേട്ടൻ്റെ കൂട്ടുകാരനാണ്, മമ്മൂക്കയുടെ കൂടെ ഉള്ളൊരു കഥാപാത്രമാണ്. എന്ത് എന്ന് ചോദിക്കാനൊക്കെ ജോഷികാരൻ്റെ ഒക്കെ ചെന്നിട്ട് എൻ്റെ കഥാപാത്രം പറഞ്ഞു തരുമായിരുന്നു. നമുക്കൊരു പേടിയുണ്ടായിരുന്നു, അത് അയ്യോ ഇനി ചോദിച്ച ആ വേഷം പോണ്ട. പക്ഷെ പിന്നെ ഒരു അത് ഒരു ഒരു സമയം വരും എല്ലാവർക്കും. അപ്പോൾ ആ സമയം വന്നപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരും. ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ പല കഥാപാത്രങ്ങളും ചോദിക്കുക, അതേ കൂടെ ഉള്ളതാണെന്ന് പറയും. പിന്നെ അവര് തന്നെ നമ്മുടെ അടുത്ത് പറയും, ഒരു കഥ പറയട്ടെ, പറ, അവിടെ എത്തും. അതൊരു പ്രൊമോഷനാണ്, അത് സംഭവിക്കും. നമ്മൾ അതുമായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വരും. അപ്പോൾ ഒരുപാടെണ്ണം വരുമ്പോൾ ഇല്ല എനിക്ക് ഇതാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെ അതെല്ലാവരും പടിപടിയാണ്. മമ്മൂക്ക തൊട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നത്. ശ്യാമൊക്കെ കാണുമ്പം പറയും, ചേട്ടാ നല്ല പടമൊക്കെ ഉണ്ട് പറയണ. എന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഡയറക്ടറും റൈറ്ററോടെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ? അത് ആ റോള് നമുക്ക് ശ്യാമിനെ ഇടാമെന്ന് പറയും. ഓക്കെ, ശ്യാം ചെയ്യോ? അത് ചെയ്യും, ഒരു കുഴപ്പമില്ല, ശ്യാമിനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. നമ്മൾ ശ്യാമിനെ വിളിച്ചു കഴിയുമ്പോഴാണ് ഓക്കെ കഥയെല്ലാം പറഞ്ഞു, ചേട്ടാ ഇതേ നമുക്ക് വേറെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നല്ലൊരു പരിപാടി പിടിക്കാം. അപ്പം നീയല്ലേ കഴിഞ്ഞ മനുഷ്യന് കണ്ടപ്പോൾ പടമില്ലെന്ന് പറഞ്ഞത്, വേറൊരു പടം കൊണ്ടുവരാൻ പറഞ്ഞേ. അല്ല, അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ സംഭവം മാറും. ഇപ്പം ഇവർ കാണുമ്പോൾ ചേട്ടാ പടം നമ്മൾ അടുത്ത പടം ചെയ്യണ്ടെന്ന് പറയും. ഓക്കേടാ ചെയ്യാം. അപ്പം നമ്മളടുത്ത ഡയറക്ടർ അമീർ അല്ലെങ്കിൽ ഗരുഡൻ്റെ ഡയറക്ടർ ഇട്ടേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ല. അല്ലല്ല, അപ്പൊ തെലുങ്കായി തമിഴായി. അപ്പൊ നീ എന്തിനാടാ എന്നോട് ചോദിച്ചത് പറഞ്ഞ മനസ്സിലായോ എന്നുള്ള ഒരു അതാണ് ഒരു ഇപ്പൊ സുരാജേട്ടൻ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ ഉള്ള ഒരു പ്രൊമോഷൻ. ചോദിച്ചു ചെല്ലുമ്പോൾ സമയമില്ല, അവിടെ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പ്രൊമോഷൻ കിട്ടാത്തവരുമായിട്ട് വീണ്ടും പടം ചെയ്യണം. ഈ ഉസ്താദ് ഹോട്ടലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഹർത്താലായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്രയധികം പടങ്ങൾ ചെയ്തല്ലോ, ഒരു എക്സ്പീരിയൻസ് ആയില്ല. ഇപ്പൊ ഇന്ന ദിവസം ഇന്ന സംഭവിച്ചാൽ നമുക്കൊരു പ്ലാൻ ബി ഇറക്കാം, ഇന്ന സീനുകൾ ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും അതുണ്ടാവും, സംവിധായകന്റെ പക്ഷത്തുനിന്നും ഉണ്ടാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ എളുപ്പമുണ്ടോ? ഒരു ദിവസം ഷൂട്ട് മടങ്ങി നമുക്കത് വേറെ രീതിയിൽ ചെയ്യാം. ഇഡിയിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല ഇഡി ഇപ്പൊ സ്ട്രൈക്കൊക്കെ വരുന്ന ഇപ്പൊ എന്താണ് വയനാട് ഷൂട്ട് ചെയ്ത സിനിമയുടെ ഇതിൽ ഒരു ഹർത്താൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ മാത്രമായിട്ടുള്ള ഒരു ഹർത്താൽ. അപ്പം നമ്മൾ ഏർലി മോർണിംഗിൽ പോയിട്ട് അവിടെ ആ ലൊക്കേഷൻ, ആ വീട്ടിൽ ഇന്റീരിയർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ സെറ്റായിട്ട് പിന്നിരിക്കും. അപ്പോൾ ആ ഷൂട്ട് ഡേ നമ്മൾ മുടക്കത്തില്ല, കാരണം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ കൊടുക്കേണ്ടി വരും വെറുതെ. അപ്പം നമ്മളത് അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ 6 മണി മുതൽ 6 മണി വരെയാണ് ഹർത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ 5 മണിക്ക് പുറപ്പെട്ട് 6 മണിക്ക് മുമ്പ് അവിടെ പോയി സെറ്റായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും സേവ് ചെയ്യാറുണ്ട്. കാരണം അതൊരു പ്രീ പ്ലാനിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ടിലുള്ളതിലധികം വിശ്വസിക്കുന്ന ആളുകളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല, അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഗൗതം മേനോനും ഒക്കെ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതായിരിക്കും ഏറ്റവും നല്ല ഷോട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മെക്കാനിക്കൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സിനിമാ ശ്രമങ്ങളുണ്ടോ? ഇവന് ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നത് ഈ ഷോട്ട് അടിച്ചപ്പോഴാണ് ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നത്. ഇല്ല, അങ്ങനെയില്ല. എനിക്കൊന്ന് ആദ്യ ഷോട്ട് നമ്മൾ വെച്ച മൂകാംബികയിൽ ഉള്ളൊരു എപ്പിസോഡ്, നമ്മുടെ സിനിമക്കകത്ത് നമ്മളൊരു മൂകാംബിക എപ്പിസോഡ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ തുടങ്ങുക അവിടെ നിന്നായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുള്ള ഒരു പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർഡറിലൊന്നും അല്ല ഷൂട്ട് ചെയ്തത്. അത് അത്ര എളുപ്പമല്ല, പക്ഷെ അത് അത്രയും കാലിബറുള്ള ഒരു നടൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴാണ്. കാരണം സിനിമയുടെ ഏതോ ഭാഗത്ത് വരേണ്ട ഒരു മൂഡാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവിടെ പിന്നെ വന്ന് അഭിനയിച്ച് അവിടത്തേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സീനും അത് കഴിഞ്ഞുള്ള സീനൊക്കെ നമ്മൾ എടുക്കേണ്ടതേ ഉള്ളൂ. അതിനിടയിലുള്ള ഒരു പോർഷനാണ്
അത് കുറച്ച് ഡയറക്ടറെക്കാളും അത് അഭിനയിക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഭാഗ്യം കൊണ്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അതിൽ. ലിസിനേട്ട് ഇപ്പോൾ അധികം സ്റ്റാർസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സിനിമ ട്രാഫിക്കിൻ്റെ റീമേക്കായ തമിഴ് സിനിമ ഉണ്ടല്ലോ ചെന്നൈയിൽ. അതിൽ ഈ പറഞ്ഞ പോലെ ശ്രീനിവാസൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് ഞാൻ റൈറ്റാണ് എടുക്കുന്നത്, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു സാർ എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഒരു സൂപ്പർ സ്റ്റാർ കഥ സംസാരിപ്പിച്ചപ്പോൾ പറഞ്ഞു ഈ ഡയലോഗ് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, അതായത് ചേരൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്ന ആൾ ഈ ഡയലോഗ് പറഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ആ സീൻ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചൊന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ആ സിനിമ തന്നെ നടക്കാതെ പോയി, അതായത് ചേട്ടൻ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമാകാതെ പോയി, ആ കണ്ടന്റിൽ വിശ്വസിച്ചായിരുന്നു. ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഈ കഥ ഇങ്ങനെയാണ്, കുറച്ച് മാറ്റിയാൽ നന്നാവും, ഇപ്പോൾ അങ്ങനത്തെ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒതുക്കലുകൾ അതിനൊക്കെ ഇപ്പോൾ ഓക്കെ ആണോ? അതിപ്പോഴും കണ്ടന്റ് തന്നെയാണോ മെയിനായിട്ട് വെക്കാറ്? അല്ലല്ല, ഞാൻ പറഞ്ഞ ഇപ്പം ഇവിടെയുള്ള സിനിമകൾ കുറച്ചും കൂടെ നമുക്ക് ആർട്ടിസ്റ്റ് ആ സിനിമയോടൊപ്പമാണ് കോർപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുക. അങ്ങനെയാണ്. ഈ തമിഴ് തെലുങ്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ആർട്ടിസ്റ്റ് ഓറിയൻറ്റഡ് ആണ്, അവർക്കാണ് ഒരു മുൻതൂക്കമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സൊക്കെ ഇവിടുത്തെ പോലത്തെ ബിസിനസ് അല്ല. തമിഴിലൊക്കെ ഇപ്പോൾ ഒരു വിജയുടെ പടത്തിൽ എന്ന് പറയുമ്പോൾ വിജയ്ക്ക് ആ റെസ്പോൺസിബിലിറ്റി അത്രയും ഉണ്ട്, ആ സ്റ്റാർഡം അത്ര ഉള്ളതുകൊണ്ട്. കാരണം അവർ പറയുന്ന ഓരോ ഡയലോഗ്സും ഭയങ്കര സെൻസിറ്റീവായി മാറുവാണ്. ഈ മറ്റേ പൊളിറ്റിക്സിലായിക്കോട്ടെ അല്ലെ അങ്ങനത്തെ ഒക്കെയുള്ള രീതികളിലേക്ക് ഡൈവേർട്ടായി പോയി അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. അപ്പം നമ്മളിപ്പം ചിലപ്പോൾ സമയത്ത് ഇതിൻ്റെ റൈറ്റേഴ്സ് എഴുതിയേക്കുന്ന പോലെ അല്ലെ റൈറ്റർ എഴുതിയ പോലെ മറ്റേ ആ ഹീറോയ്ക്ക് അല്ലെങ്കിൽ അത് പറയാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അത് പല ചേഞ്ചസ് പറയാം. അത് അവിടെ ഓരോ എന്താ പറയുക ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ പോലും ആ ഹീറോ പറയുന്ന എന്ത് പറയണം എന്നുള്ള ചോദ്യം അത് അതിൻ്റെ തലേദിവസം അല്ല അതിൻ്റെ മുന്നേ പോയി എന്താണ് ഇന്ന് ആങ്കർ ചോദിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ ആ ഹീറോ തന്നെ പറഞ്ഞു തരും. ഇന്നൊക്കെ ചോദിക്കണം, പൊളിറ്റിക്സിനെ പറ്റി ചോദിക്കരുത്, മറ്റേ പാടെ ഉള്ളു ചോദിക്കാവുന്നെല്ലാം എടുത്തിട്ടുള്ള കാര്യമാണ് ആ ലോഞ്ചിൽ. അത് അങ്ങനെയാണ്. കാരണം സെൻസിറ്റീവ് ആകുന്ന ടൈപ്പിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. എന്നെ കാണാൻ വന്ന കേൾക്കാൻ വന്ന ആ ഓഡിയൻസിനെ അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം. നീ വന്നിട്ട് ഓരോന്നും ചോദിക്കില്ല, അതൊന്നും അവിടെ പറ്റില്ല. എഴുതി തരണം തലയിൽ. അല്ല, അത് അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ അവിടെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അവിടെ സൂപ്പർ സ്റ്റാർ സിനിമകളിൽ സ്വാഭാവികമായിട്ട് സിനിമക്കകത്ത് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. അവിടെ വരുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ക്യാരക്ടറിനുള്ള പാട്ടല്ല, സ്റ്റാറിനുള്ള പാട്ടാണ്. MGR ഒക്കെ ആ സിനിമകളിൽ MGR തന്നെയാണ് വരികൾ എഴുതി അത് ആ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അങ്ങനത്തെ ലിറിക്സ് എല്ലാം എഴുതിപ്പിച്ച്. എത്ര താരാരാധന ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ അങ്ങനെ ആലോചിച്ച് നോക്കും. മമ്മൂക്കോ അല്ലെങ്കിൽ ലാലേട്ടനോ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ അവരെ നേരിട്ട് ഹിറ്റ് ചെയ്യുന്ന സിനിമക്കകത്തൊരു പാട്ട് വന്നാൽ നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്നില്ല അത് അവിടെ ആഘോഷിക്കുന്ന പോലെ ഇവിടെ. ഇപ്പം പാട്ടുകളുടെ കാര്യം പറഞ്ഞോളൂ, സിനിമയുടെ അകത്ത് 6 പാട്ടുകളുണ്ടല്ലോ. ഇപ്പം പാട്ടുകളുടെ വരികൾ പിന്നെയും വിമർശനത്തിന് ഒക്കെ പാത്രമായിട്ടുണ്ട്. ഇപ്പോൾ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വയലാർ ആരാധകർക്ക് ഇഷ്ടപ്പെടുമോ, ഇത് ഭാസ്കരൻ ആരാധകർക്ക് ഇഷ്ടപ്പെടുമോ, ഇത് ഗിരീഷ് പുത്തഞ്ചേരി ആരാധകർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ വരികളൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ശ്രമങ്ങളുണ്ടോ, അങ്ങനത്തെ ശ്രദ്ധകളുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം സിനിമക്ക് എന്താണോ ആവശ്യം അത് ഏത് ലെവലിലും എഴുതാൻ പറ്റുന്നതാണ് അത് എഴുതും. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ആരാധകർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൈൻഡ് ഓഫ് ആസ്വാദനത്തിന് വേണ്ടിയിട്ട് എഴുതുന്നതല്ലോ. ഇപ്പം നമ്മുടെ സിനിമയുടെ ട്രാക്കിന്റെ പേര് നരഭോജി, ഇന്നലെ വന്ന ട്രാക്കിന്റെ പേര്. നരഭോജി എന്നുള്ള ട്രാക്ക് എന്താണ് നരഭോജി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കൈൻഡ് ഓഫ് പരിപാടികളാണ്. ഇപ്പം നമ്മുടെ സിനിമയിൽ 4 വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ്. മീൻസ് ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ഒരു ഔട്ട് ഓഫ് ബോക്സ് സ്വഭാവത്തിനനുസരിച്ചാണ് അതിൻ്റെ മ്യൂസിക് പരിപാടികൾ ട്രീറ്റ്. അങ്കിത് മേനോനാണ് അത് ചെയ്തിട്ടുള്ളത്. വാഴയും അതുപോലെ തന്നെ ഗുരുവായൂരമ്പലം ജയജയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അതിൽ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ പറഞ്ഞൊക്കെ കലൂരിലെ ഒരു ചായക്കടയിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. ഞാനിങ്ങനെ പുതിയൊരു പാട്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പാട്ട് പാടുന്നു, മുത്തു എന്നാണ് പേര്. അപ്പോൾ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവരുടെ ടീമൊക്കെ പോയി ഞാൻ ഈ പാട്ട് ഇതുവരെ ഞാൻ തന്നെ എഴുതിയാന്ന് പറഞ്ഞു. അപ്പൊ വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ നോക്കി മൂപ്പര് കയ്യിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരാളൊരു പാട്ട് പാടാൻ പറഞ്ഞ തൊണ്ടയ്ക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞ 10 പാട്ട് പാടുന്നവനാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൻ പാടും ചെയ്യും, ടൂണും ചെയ്യും, എല്ലാം അത്രയും വൃത്തിയിൽ വരികൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്കിതായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ സിനിമയുടെ വൈബിനനുസരിച്ച് ഉള്ളൊരു മച്ചാനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലിറിസിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. മുത്തു എന്ന് പറഞ്ഞിട്ട് ഇതിലെ 4 പാട്ട് 6 പാട്ടിൽ 4 ഫുൾ ലെങ്ത് പാട്ടാണല്ലോ, 4 എഴുതിയത് മുത്തുവാണ്. ഞാൻ പറഞ്ഞത്. അപ്പോൾ എവിടുന്ന് ആളെ കിട്ടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ എന്നുള്ളത് വരികൾ കണ്ടന്റ്, അവിടെയും കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് ഓക്കെയാണ്. പിന്നെ ഒരു ചായക്കടയിൽ പോയപ്പോഴേ ഒരാളെ കിട്ടി. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പല ഇന്റർവ്യൂകളിലായിട്ട് അല്ലേ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട് പുള്ളി. ഈ നായകൻ തന്നെ പ്രൊഡക്ഷന്റെ ഭാഗമാവുന്നതിലുള്ള എളുപ്പങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ കോ പ്രൊഡ്യൂസറോട് ചോദിച്ചത്. അല്ലല്ല, വളരെ കംഫർട്ടാണല്ലോ. മീൻസ് ഒരു ഹീറോ ആയിട്ട് നമ്മളത് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സന്തോഷമാണ്.
ഇതിൻ്റെ അകത്തൊന്നും ഒരു സാലറി പോലും ഇല്ലാതെ എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പടത്തിനേക്ക് ഇറങ്ങിയത്. കഴിച്ചിലാക്കി തരണം, റിലീസാണ്, വലിയ പടങ്ങൾ വരെയാണ്. കൂട്ടത്തിൽ നമ്മുടെ ഈ ചെറിയ ചുണ്ടൻവള്ളവും കൂടെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇതെല്ലാ അഭിമുഖങ്ങളും പറഞ്ഞിട്ടില്ല ചുണ്ടൻവള്ളം. അത് എവിടെ നിന്ന് കിട്ടി കോയിനേജ്? ഏതാ ഈ ചുണ്ടൻവള്ളം ഇറക്കാൻ പോവുകയാണ് എന്നുള്ളത് എല്ലാത്തിലും ഒരു വിധപ്പെട്ട അഭിമുഖങ്ങളിലൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഈ ഞാനൊരു വെള്ളം ഇറക്കി, ഒരു വള്ളം കളിയല്ലേ, ഒരു തുഴച്ചിലാണല്ലോ. എല്ലാവരും കഷ്ടപ്പെട്ട് വെള്ളം ഇറക്കുന്നുണ്ട്, നമ്മളും ഇറക്കുന്നുണ്ട്. വലിയ ഓളങ്ങളൊന്നും ഇല്ല. അല്ല, 2-3 സ്ഥലത്ത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തു, ചിരിച്ചു. അപ്പൊ അത് തന്നെ ഇങ്ങനെ ഇനി നോക്കിയാൽ അടുത്ത ഇന്റർവ്യൂവിൽ ഇത് പറയൂല, കാരണം വർക്കൗട്ട് ഇതായി ഹോൾഡ് ഓവർ ആയത്. ആ അതെ അതെ, ഇനി പറയില്ല ഒരാള്. വലിയ പടങ്ങളുടെ കൂടെ നമ്മുടെ ഈ പടവും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരുത്തും. എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. മതി അല്ല, നല്ല ഞാനതല്ല, ഇതിനെന്തെങ്കിലും വേറെ ഉള്ളർത്ഥം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ കഥയൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചോദിച്ചതാ. ആ ഈടിയും വള്ളവും ചുണ്ടൻവള്ളമായിട്ട് ബന്ധമുണ്ടോ? ഓക്കെ ഓക്കെ, ഈടിന്റെ ഇടിന്നൂടെ അർത്ഥമുണ്ട്. തമാശ ചെയ്യുന്നതിലേ ഇപ്പം നേരത്തെ പറയണ്ടായിരുന്നു, ടൈമിംഗ് ഉള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ പറ്റാവുന്ന വളരെ ചുരുക്കം നടിമാരിൽ ഒരാളാണ് ഗ്രേസ് എന്നൊക്കെയാണ് പറയുന്നത് ഡയറക്ടർ. അപ്പം ഈ തമാശ റോളുകളിൽ ഇപ്പോൾ ഒരു തമാശ റോളുണ്ട്, ഗ്രേസ് അല്ലാതെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണോ തോന്നുന്നത്, അതോ ഞാൻ സ്റ്റീരിയോ ടൈപ്പ് ആവേണ്ടി എന്നാണോ തോന്നുന്നത്? എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത്. വേറെ ആളില്ലെന്നുള്ളതല്ല, എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം. പിന്നെ അതുപോലെ തന്നെ എന്നെ സീരിയസ് ക്യാരക്ടറിനും വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടും ഒരേ സമയം രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ അപ്രീസിയേഷൻ കേൾക്കുമ്പോൾ അതൊരു എക്സ്ട്രാ ബോണസാണ്. ഇപ്പം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ അടുത്ത് ഇപ്പം നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ആരാധകന്മാർ അല്ലെങ്കിൽ സിനിമയെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഈ ഷെയ്ക്ക് ഹാൻഡ് തരാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ അടുത്ത് വരും. അപ്പോൾ ഇത് പല ക്ലിപ്പുകളായിട്ട് പല യൂട്യൂബ് പേജസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവും. നിങ്ങൾ കൈ കൊടുത്താലും ചിലപ്പോൾ കൈ കൊടുത്തില്ലെങ്കിലും മൈൻഡ് ചെയ്താലും മൈൻഡ് ചെയ്യാതെ പോയാലും ഒക്കെ ഇത് ചർച്ചയാവും. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോകുന്ന യാത്രയിൽ മനസ്സിൽ വിചാരിക്കാറുണ്ടോ? ഒരു ഡിസൈൻ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ബേസിക്കലി ഐ ആം ആൻ ഇൻട്രോവേർട്ട്. ക്രൗഡിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് സിനിമയുടെ ഒരു സാഹചര്യത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു അനുഭവം കൊണ്ടാണ് എനിക്ക് ക്രൗഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാനിക്കാം. പിന്നെ ഒരു സ്റ്റേജിൽ സംസാരിക്കേണ്ടതും കൂടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ള് കട്ടാവും. എന്നിട്ട് ഞാൻ അടുത്ത ആൾക്കാരോട് നിങ്ങളെന്താ പറയാൻ പോണേ, എനിക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയാൻ മറന്നു പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് പോയിന്റ്സ് കിട്ടുമോ, അങ്ങനത്തെ ഒരൊറ്റ മൈൻഡിലാണ് ഞാൻ നടത്താൻ പോണത്. സ്റ്റേജിലേക്ക് കയറുവാണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ ഒരൊറ്റ ഫോക്കസ് എനിക്ക് ഉണ്ടാവുള്ളൂ. അതിന് സൈഡിൽ കൂടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പാനിക്കാവും. അതാണ് എനിക്ക് ആകെ ഇഷ്ടമുള്ള ക്യാമറ സിനിമ ക്യാമറയും ബാക്കി ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്ന ക്യാമറ. മറ്റേ ക്യാമറയൊക്കെ വരുമ്പോൾ എൻ്റെ കൈയും കാലൊക്കെ വരയ്ക്കും. അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് കുറേ ഓക്വേർഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ മാറി നിന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാകുന്ന കുറേ ഓക്വേർഡ് സിറ്റുവേഷൻസ് ആണ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമല്ലോ, നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ നിൽക്കണം. ബേസിക്കലി ഞങ്ങളൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നോർമലി ഒരാളടുത്ത് നിന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ പെട്ടെന്നാണ് ഇവിടെ നിൽക്കുന്ന ഒരാൾ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ റിയാക്ഷൻ മാറി, അവൻ ചിരിക്കാണ്ടായി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കിൽ ആക്ച്വലി ക്യാമറ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇവനോട് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞത്, ഇവൻ റിയാക്ഷൻ ഇടുന്നില്ല, ഇവൻ വളരെ സിനിമാക്കാരനല്ല, വളരെ നോർമലായിട്ടുള്ള ഒരാളാണ്. എന്നെ കുറേ ആൾ കണ്ടതിന് ശേഷം ഓടി വന്ന് സംസാരിച്ചാൽ അപ്പം നമ്മുടെ ഒരു പ്രൈവറ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ വളരെ നമ്മുടെ ഉള്ളിൽ നിന്ന് തുറന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെറിയൊരു അയ്യോ ഇങ്ങനെ വരല്ലേ എന്ന് തോന്നുന്നതൊക്കെ അപ്പോഴാണ്. ഇതിനെപ്പറ്റി ആദ്യം തുറന്നു പറഞ്ഞ ആൾ സുരാജ് ചേട്ടനാ. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ തമാശ പറയാൻ വേണ്ടി ആളുകൾ തമാശ പറഞ്ഞു തരുമോ എന്നൊക്കെ പോയിട്ട് ആളുകൾ മറ്റ് പൊതുവിടങ്ങളിൽ വരും. പക്ഷെ ഇപ്പൊ സുരാജ് ചേട്ടൻ കുറച്ചുകൂടി കോപ്പറേറ്റീവ് ആയ പോലെ തോന്നുന്നുണ്ട്. കുറെ ആളുകൾക്ക് നിന്ന് കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം പല വിധമാണ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ പറ്റുന്ന ടൈമൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയൻ മരിച്ച ആ സമയത്ത് മോർച്ചറിയിൽ അവിടെ നിന്ന് ഞാൻ തകർന്ന് ഇറങ്ങി പുറത്ത് നിന്ന് എന്താ ഇവിടെ ഇരിക്കുന്നത് ആണാ പുതിയ പടം അത് മറ്റേ കോമഡി ഒന്ന് കാണിച്ചേ എന്ന് പറയുമ്പോൾ നമ്മൾ
അവന് തെറി പറയാൻ പറ്റുമോ, വല്ലതും പറയാൻ പറ്റുമോ? നമ്മുടെ മാനസികാവസ്ഥ നമുക്കല്ലേ അറിയാം. അല്ല, രണ്ടിതുണ്ട്. അവൻ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ലായിരിക്കും, മനസ്സിലായോ? അങ്ങനെയുണ്ട്. നമ്മുടെ എന്ത് സിറ്റുവേഷൻ, അവർക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ കോമഡി എന്തെങ്കിലും പടപടപട എന്ന് വെച്ചാൽ ഒരു നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തത്. ഇപ്പോൾ സിദ്ദിഖ് ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നാ ഒരു കോമഡി പറയുമെന്ന് പറയില്ല, കാര്യം വില്ലനായിട്ടൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെ വലിയ സുരേട്ട നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഇത്തിരി സാറെന്നൊക്കെ വിളിച്ചോളാം. ഞാൻ ഇന്നലെ വരെ ഇടാ കൂടാത്തൊക്കെ വിളിച്ചത്. അത് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ലെവൽ അനുസരിച്ചിട്ട് അവർ തന്നെ തരും. അതിന് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിറ്റുവേഷൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പൊ ചുണ്ടൻവള്ളം പറഞ്ഞു, സത്യം പറഞ്ഞാൽ പറഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. ഇത് 11ാമത്തെ ഇന്റർവ്യൂ ആണ്. നീ നിനക്ക് ഫസ്റ്റ്, എനിക്കിത് 11ാമത്താ. നിനക്ക് ബോറടിച്ചോ? ഇല്ലില്ല. ഈ പണ്ടത്തെ സുരാജിനെ തിരിച്ചു കിട്ടി, പണ്ടത്തെ സുരാജിനെ വേണം അങ്ങനെയൊക്കെ പറയുന്നതേ, അത് അങ്ങനെ കിട്ടില്ലല്ലോ. പണ്ടത്തെ സുരാജ് ഇല്ലല്ലോ, കാരണം സുരാജും വളരുന്നുണ്ടല്ലോ. അത് അങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സുരാജേട്ടനായിട്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്? നമുക്ക് പണ്ടത്തെ ഒരു സുരാജിനെ. അല്ല, അങ്ങനെയല്ല. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ചെയ്യുമ്പോൾ ഈ ലുക്ക് വന്നല്ലോ, ഇതിൻ്റെ ഒരു ലുക്ക് വന്നതിൽ തന്നെ അതിൻ്റെ അകത്തൊരു ഹ്യൂമർ കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു സുരാജ് ഇങ്ങനത്തെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ ഇതും കഴിഞ്ഞ ഉള്ള ഒരു സുരാജായിട്ട് തോന്നിയപ്പോൾ നമ്മൾ എല്ലാവർക്കും അതൊരു വർക്കായി. എല്ലാത്തിലും ഇപ്പോൾ വരുന്നതെല്ലാം സീരിയസ്. അപ്പൊ എല്ലാത്തിലും ഞാൻ സീരിയസ് ആകുമ്പോൾ അങ്ങനെയല്ലേ, ഇങ്ങനെ നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ഹ്യൂമർ സിനിമ വന്നപ്പോൾ ഇത് മാറി. പണ്ടത്തെ സുരാജ് വന്ന് കേട്ടാ ചിരിക്കാം, പുള്ളി ഒന്ന് ഞാൻ ചിരിക്കണം, ചിരിപ്പിക്കണം. അതാണ് പ്രേക്ഷകർക്കും ഇഷ്ടം, എനിക്കും ഏറ്റവും ഇഷ്ടം അതാണ്. പക്ഷെ ഇവരൊക്കെ സ്റ്റേജിൽ തന്നെ പോകുമ്പോൾ, എന്ത് അവാർഡ് വാങ്ങാനായിട്ട് പോകുമ്പോഴും പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യും, എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്ന എന്തുകൊണ്ടിട്ട് ഭയങ്കര ബാധ്യതയും ഭയങ്കര. എനിക്കിപ്പോ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ പ്രൈവസി, എനിക്ക് ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ 100 വട്ടം ചിലപ്പോൾ ഞാൻ ആലോചിക്കും, പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, അതൊക്കെ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പബ്ലിക് സ്റ്റേജുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുരാജ് നിങ്ങൾ മൈക്ക് കൊടുത്തിട്ട് നിന്ന് 5 മണിക്കൂർ ഒറ്റയ്ക്ക് നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് നമ്മൾ പറയുന്നത് ഇനി പൊളിറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂ ആവുമോ, ഇല്ലെങ്കിൽ അളന്ന് മുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പബ്ലിക് പരിപാടിയിലൊക്കെ പങ്കെടുക്കാനും പുറത്തിറങ്ങി നടക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ എടുത്തിട്ട് ഓപ്പോസിറ്റ് ക്യാമറ ഓഫ് ചെയ്ത് ഭയങ്കര വളവളവള അത് വേറെ ഒന്നും കണ്ടില്ല. നമുക്ക് നമ്മൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന അറിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കോൺഷ്യസ് ആവും, കോൺഷ്യസ് ആവും. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഇല്ല, പക്ഷെ നമ്മുടെ ആ ഒരു സർക്കിളിൽ നമുക്ക് അങ്ങനെ വരില്ല. അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി. അല്ല, നമ്മളിപ്പോ ഈ ഹ്യൂമർ പറയുമ്പോൾ തന്നെ അവന്റെ ഒരു അമിതവണ്ണം വേറെ രീതിയിലൊക്കെയാണല്ലോ പറയുന്നത്. അതൊരു ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് പറയുന്ന. പക്ഷെ അതൊരു ബോഡി ഷെയ്മിങ് ആയി പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ അർത്ഥങ്ങൾ മാറിപ്പോയി. ഇപ്പോൾ ഇവരൊക്കെ സുരാജനൊക്കെ പണ്ടൊക്കെ ഹ്യൂമറൊക്കെ ചെയ്തുകൊണ്ടിട്ടിരിക്കുമ്പം വായി വരുന്ന എന്ത് വേണേലും പറയുക, ആൾക്കാർ ചിരിക്കുക. അന്നൊരു ഫൺ മോഡിലാണ് എല്ലാവരും എടുത്തുകൊണ്ടിട്ടിരുന്നത്. ഇന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു ഹ്യൂമർ പോലും ഒരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ ആയിട്ട് അതിനെ അങ്ങ് മാറ്റുവാണ്. ശ്യാമക്ക് അതിൻ്റെ ആളാണ്, പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് തമാശകൾ പറഞ്ഞതിൻ്റെ ആൾ. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ പണ്ടൊക്കെ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പണ്ടൊക്കെ നമ്മളും അങ്ങനത്തെ സാധനങ്ങൾ കേട്ട് ചിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ റിയലൈസേഷൻ വരുമല്ലോ, തമാശ പറയുന്നത് അങ്ങനെ അല്ലാണ്ട് പറയാന്നുള്ളത്. ഉറപ്പായിട്ട് ഈ നമ്മള് മനുഷ്യന്മാരാകുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, വാല്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. അപ്പൊ അന്നത്തത് നമ്മളെല്ലാവരും ആരും ആസ്വദിക്കാത്തവർ നിന്ന് വിമർശിക്കുന്ന ഉൾപ്പെടെ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ കുറച്ച് ചിന്തിക്കണം എന്നാ. കാരണം അത് ഇനി വരുന്ന കാലത്ത് അത്രത്തോളം ഒരാളെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ പറയാതിരിക്കാന്നുള്ളതാണ്. അപ്പൊ അതില് ആ കറക്റ്റ് പിടിച്ചു പോകുന്ന തന്നെയാണ് നല്ലത്. നല്ലതാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാതിരിക്കുക. ഈ പണ്ട് പ്രൊഡ്യൂസർമാർ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങിച്ച് സൂക്ഷിക്കുക അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ട്രാഫിക്കിൻ്റെ സമയത്ത് അതിൻ്റെ തമിഴ് പതിപ്പ് ചെയ്യുന്ന സമയത്ത് കമൽഹാസൻ ആയിരുന്നു റഹ്മാൻ്റെ റോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും കമൽഹാസൻ്റെ ഡേറ്റ്സ് കയ്യിലുണ്ടോ? അങ്ങനെ ഇല്ലില്ല, പോലും എക്സ്ട്രാ ഡീസൻ്റ് 20-ാം തീയതി ഇറങ്ങുന്നു. സുരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ഒന്നും കാണാതെ സുരാജ് പൈസ ഇറക്കില്ല എന്ന് ആളുകൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ആ സിനിമയിൽ ചിരിയും ചിന്തയും ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, പ്രതീക്ഷ ഒരിക്കലും തകരില്ല. ഈ
സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. അതിൻ്റെ കണ്ടൻറ് വൈസ് നല്ല പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ്. ഈ സിനിമയുടെ അവസാനം നിങ്ങൾ ചിരിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. വലിയ പടങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ EDയും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോയി കാണണം. ഇപ്പോൾ ദാമുവിനെ പോലെ പ്രസാദിനെ പോലെ തന്നെ ആളുകൾ ഓർത്തിരിക്കുന്ന വേഷമാവട്ടെ എക്സ്ട്രാ ഡീസൻറ്റിൽ ബിനുവും. നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.